ഈ വീഡിയോ ഒരു ചെറിയൊരു ടിപ്സാണ് കേട്ടോ. എന്നോട് 2-3 പേര് കമൻറ്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. മൊബൈലിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ആയാലും ഇല്ല, ഈ ഗാലറിയിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്, ഇമേജ് ടെക്സ്റ്റൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ PDF ആയിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നോളജിപരമായിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല, പിന്നെ എൻ്റെ അറിവിലുള്ള കാര്യം പിന്നെ ചോദിച്ച സ്ഥിതിക്കൊന്ന് വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. സ്കാനറും മറ്റേ PDF സ്കാനറും ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിലുള്ള ഗാലറി ആപ്പിൽ നിന്ന് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്, അത് കണ്ടു നോക്ക്. ഉപകാരപ്പെട്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് മിക്ക ഫോണിലും ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും, അതിന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കുക. നമുക്ക് ഏത് ഇമേജാണ് വേണ്ടതെങ്കിൽ ആ ഇമേജ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ മൊബൈലിലെടുത്ത ഫോട്ടോയോ അല്ലെങ്കിൽ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ആണെങ്കിലും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ, ഉദാഹരണത്തിന് ഈ ഫോട്ടോ എടുത്ത്, ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് PDF ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഒന്ന് മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും, ഇങ്ങനൊരു ടാബ് ഓണായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ PDF സൈസൊക്കെ വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പൊക്കെ ആക്കാം. മുകളിലൊക്കെ ഒരു സേവ് PDF എന്നുള്ളൊരു ഇതുണ്ട്. ഇവിടെ സേവ് ടു PDF എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവും. ഉണ്ടോ? സേവ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. അതിനായിട്ട് കുറേ അനാവശ്യ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെറുതെ അനാവശ്യ പെർമിഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് വള്ളിയാകാൻ നിൽക്കണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.